ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പുളിയിഞ്ചിയുടെ റെസിപ്പി നോക്കാം. ഓണം സ്പെഷ്യൽ പുളിയിഞ്ചി. ഞാനിവിടെ 200 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. തൊലിയെല്ലാം നല്ലതുപോലെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി റൗണ്ട് ഷേപ്പാക്കി ഇനി നമുക്കൊരു ചോപ്പറിൽ വെച്ച് നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ആക്കിയെടുക്കണം. എല്ലാം ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. 2-3 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഈ ഇഞ്ചി അതിലേക്കിട്ട് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്നവരെ മൂപ്പിച്ചെടുക്കണം. നല്ല ഒരു മണം വരുന്നത് വരെ ഇത് മൂപ്പിച്ചെടുക്കണം. ഈ രീതിയിൽ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർക്കാം. നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാളയാണ്. സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുക്കാം. പുളി നല്ലതുപോലെ പിഴിഞ്ഞ് കൊന്ത് മാറ്റിയിട്ട് ആ പുളി നമുക്കതിലേക്ക് ചേർക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഉള്ളി വഴന്നതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ ചതച്ചെടുക്കാം. ഇനി നമ്മൾ ആ വഴറ്റിയെടുത്ത ഉള്ളിയിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. കൂടെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 സ്പൂൺ ഉലുവാപ്പൊടി വേണം. ഇനി നമുക്ക് ഈ പൊടിയെല്ലാം നല്ല പച്ചമണം മാറുന്നത് വരെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു 50 ഗ്രാമോളം ശർക്കര ചേർക്കാം. അതിനുശേഷം പിഴിപുളി അതിലേക്ക് ചേർക്കാം. പുളി കുറച്ച് മുന്തി നിൽക്കണം. ഇനി നമുക്കിതെല്ലാം ഒന്നുകൂടി കൂട്ടി യോജിപ്പിച്ച് ഈ ശർക്കരയൊക്കെ അലിയുന്നത് വരെ ഒന്ന് ഇളക്കി വെക്കാം. നല്ലതുപോലെ കുറുകി വരും ശർക്കര ചേർത്തത് കൊണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർക്കാം. ഇഞ്ചി നല്ലതുപോലെ മൂത്ത് എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഈ പരുവത്തിലായിരിക്കണം. നമുക്കത് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ കുറുകി വരും. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇഞ്ചിപ്പുളി ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയായാൽ വളരെ നല്ലതാണ്. അതിൽ കിടന്ന് എണ്ണ തെളിഞ്ഞ് വറ്റി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം. കാണാൻ തന്നെ എന്ത് രസം. അപ്പോൾ ടേസ്റ്റോ? ഇത് മാത്രം മതി ഒരു പാത്രം ചോറ് കഴിക്കാൻ. അങ്ങനെ നമ്മുടെ രുചികരമായ ഇഞ്ചിപ്പുളി അച്ചാർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്ന് തന്നെ ഇല്ല. കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂർന്ന് അച്ചാർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. പെട്ടെന്നുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ. താങ്ക് യു.